പേരാമ്പ്രയിലെ അക്രമവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഷാഫി പറമ്പിൽ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വരികയും ഈ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് കൃത്യമായി വെളിപ്പെടുത്തി. അഭിലാഷ് ഡേവിഡ്, വടകര കൺട്രോൾ റൂം CI എന്ന് പറയുന്നു. അത് മാത്രമല്ല, ഇയാൾ നേരത്തെ പോലീസിൽ നിന്ന്, സേനയിൽ നിന്ന് പിരിച്ചുവിട്ട ആളാണെന്നും പിന്നീട് തിരിച്ചെടുത്താണെന്നും ഷാഫി പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ നേരത്തെ ഈ സംഘർഷം നടന്ന സമയത്ത് കോൺഗ്രസ് ആരോപിച്ചതുപോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാരെ ഉപയോഗിച്ച് CPM നടത്തിയ ആക്രമണമാണെന്ന് വ്യക്തമായിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും. അതായത് ഷാഫി പറമ്പിലിന്റെ മർദ്ദനം, ഷാഫി പറമ്പിലിന് ഏറ്റ മർദ്ദനവുമായി ബന്ധപ്പെട്ട് CPM ഒരുപാട് തരത്തിൽ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും മൂക്കിന് അടി കൊണ്ടിട്ടില്ല എന്ന് പറഞ്ഞു, ഷാഫി ആര് തല്ലിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് മൂക്കിന്റെ പാലം പൊട്ട് സർജറി ചെയ്തതിന് താടി വടിക്കാതെ, മീശ വടിക്കാതെ സർജറി ചെയ്തു എന്ന് പറഞ്ഞു. അതിനുശേഷം സർജറി ചെയ്തതിന് തിരിച്ചു വരുന്ന ഷാഫി പറമ്പിൽ വീൽചെയറിലാണ് വന്നത്. അപ്പോൾ തലയ്ക്ക് അടി കിട്ടി മൂക്കിന് ഓപ്പറേഷൻ ചെയ്ത ഒരാൾ, അതായത് അങ്ങോട്ട് നടന്നു പോവുകയും തിരിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് വരുമ്പോൾ എന്തിനാണ് വീൽചെയറിൽ വരുന്നത് എന്ന് ചോദിക്കുകയും ചെയ്ത ആളുകളാണ്. വിചിത്രമായ ചോദ്യം. അത് സ്വാഭാവികമായും ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ അത് ഒരിക്കലും അങ്ങനെ ചോദ്യം ചോദിക്കില്ല. അത് വരെ ചോദിച്ച ആളുകളാണ് ഇവിടെ ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതോടുകൂടി CPM വിചാരിച്ചത് ഇത് കഴിഞ്ഞു. കാരണം ഇവിടെ ബോംബേർ നടന്നു എന്ന് പറയുന്നുണ്ട്, ബ്ലാസ്റ്റ് നടന്നല്ലോ. ആ ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് കുറെ അധികം കോൺഗ്രസ് പ്രവർത്തകരെ വീട് കയറി അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട്. എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ ഒരു തെളിവും ഇല്ല എന്നുള്ളതാണ്. അത് DYFI കണ്ടുപിടിച്ചു കൊടുത്തപ്പോഴാണ് പോലീസുകാർക്ക് എന്ത് കിട്ടിയത് മനസ്സിലായത്, ഇങ്ങനൊരു സംഭവമാണ് നടന്നത്, അത് ബ്ലാസ്റ്റ് ആണ് എന്നൊക്കെ മനസ്സിലായത്. മാത്രമല്ല, അന്ന് റൂറൽ SP ബൈജു പറഞ്ഞ കാര്യമുണ്ട്. അതായത് ഈ ലാത്തി ചാർജിന് ഞങ്ങൾ ഒരു തരത്തിലും ഉത്തരവിട്ടിട്ടില്ല, കമാൻഡ് കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവിടെ ലാത്തി ചാർജ് നടത്തുന്നത്? ഒരു കയ്യിൽ ലാത്തിയും മറ്റേ കയ്യിൽ ഈ പറയുന്ന ടിയർ ഗ്യാസും പിടിക്കാൻ ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് അധികാരം കൊടുത്തത്? അങ്ങനെ ഒരു സാധനമില്ല. ടിയർ ഗ്യാസ് എറിയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അല്ലാതെ ഒരു കയ്യിൽ ലാത്തി പിടിച്ച് മറ്റേ കയ്യിൽ ഈ പടക്കറിയാൻ പോകുന്ന പോലെയാണോ ടിയർ ഗ്യാസ് എറിയുക എന്നുള്ള ചോദ്യമുണ്ട്. ഇതൊക്കെ സേനയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ പിഴവുണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ റൂറൽ SP പിന്നീട് ഈ പോലീസുകാരെ മുഴുവൻ വിളിച്ചിട്ട് എങ്ങനെയാണ് ഗ്രനേഡ് എറിയേണ്ടത് എന്ന് ക്ലാസ് കൊടുത്തു. അവിടെ ഇതൊന്നും അവർ അറിയുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ഈ സൈബർ പോരാളികൾ ഇതൊന്നും അറിയുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്. ഷാഫി ഇത് അങ്ങ് വിട്ടു എന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷെ ഷാഫി അങ്ങനെ വിട്ടിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തോടു കൂടി നമുക്ക് മനസ്സിലായത്. അതായത് ഷാഫി പറമ്പിൽ കൃത്യമായി ഈ കാര്യത്തിന്റെ പുറകെ പോവുകയും ഈ ദൃശ്യങ്ങൾ എടുത്ത് കൃത്യമായി പരിശോധിക്കുകയും എവിടെ നിന്നാണ് ഈ കാര്യങ്ങൾ വന്നത്, ആരാണ് അടിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് ഷാഫി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിലൊരു സംശയവും നമുക്ക് ജനിപ്പിക്കുന്ന തരത്തിലല്ല കാര്യങ്ങൾ. ഇതൊന്നും പോലീസിന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. നമ്പർ 1 പോലീസ് സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്ന. അതെ അതെ അതെ. എന്നിട്ട് ഒരു ഒടി പോലും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും വലിയ അന്വേഷണ മികവുള്ള കേരള പോലീസിന് ആരാണ് MBA അടിച്ചതെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പോലീസ് പുറകിൽ നിന്നാണ് അടിച്ചതെന്നാണ് നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കിയത്. പക്ഷെ കൃത്യമായി ആ വീഡിയോ വിശകലനം ചെയ്തുകൊണ്ട് ഷാഫി പറയുന്നു, പുറകിൽ നിന്നല്ല അടിച്ചത്, മുമ്പിൽ നിന്നാണ് അടിച്ചത്. മുമ്പിൽ നിന്ന് അടിച്ച് തലയ്ക്കടിച്ചു, അതിനുശേഷം മൂക്കിനടിച്ചു. അതിനുശേഷം വീണ്ടും അടിക്കാൻ തുനിഞ്ഞപ്പോൾ മറ്റൊരു പോലീസുകാരനാണ് തടഞ്ഞത്. അതായത് MBA അടിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മറ്റൊരു പോലീസുകാരനാണ് ആരെ തടഞ്ഞത്? ഈ ഉദ്യോഗസ്ഥനെ തടഞ്ഞത് എന്നുള്ളത് കൃത്യമായി ആ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. ആരാണ് ഷാഫിയെ അടിച്ചത് എന്നുള്ളതായിരുന്നു ചോദ്യം. അത് കൃത്യമായി നമുക്ക് മനസ്സിലായി. അതായത് അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അദ്ദേഹം CI ആണ്, കൺട്രോൾ റൂം CI ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഷാഫി പറമ്പിലിനെ അടിക്കാൻ ധൈര്യം കാണിച്ചത്? ഒരു ജനപ്രതിനിധിയെ അടിക്കാൻ CIക്ക് എന്താണ് അവിടെ റോൾ ഉള്ളത് അല്ലെങ്കിൽ അധികാരമുള്ളത്? ലാത്തി ചാർജിന് പോലും കമാൻഡ് കൊടുക്കാത്തിടത്ത് ഒരു സംഘർഷം ഉണ്ടാക്കുകയും ആ സംഘർഷത്തിൽ CPMന്റെ സൈബർ അടിമകൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ സൈബർ സഖാക്കൾ പെരുമാറുന്നത് പോലെ ഒരു പെരുമാറ്റം ഇവിടെ ഈ പറയുന്ന CIയുടെ ഭാഗത്തുണ്ടായി. നടു റോഡിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്ന പ്രവർത്തകരുണ്ട്. അവരുടെ നിലവാരത്തിലേക്ക് ആര് താണു? ഈ പറയുന്ന മറ്റൊരു കാര്യമുള്ള CI മാധ്യമങ്ങളോട് പറയാം, ഞാൻ മുൻ CPM കാരനായിരുന്നു, എല്ലാവർക്കും രാഷ്ട്രീയമില്ലേ, എന്റെ രാഷ്ട്രീയം CPM ആണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തുറന്നു പറഞ്ഞത് കൂടി നമ്മൾ കാണാനായി. അല്ല, അത് എന്താ പറയുക, ഇവരെ സംരക്ഷിക്കുന്നു എന്നുള്ളത് ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. എനിക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല, ഞാൻ ഇതിൽ വളരെ കെയർ ആണ്, അല്ലെങ്കിൽ എന്നെ കെയർ ചെയ്തുകൊണ്ടിരിക്കും ഈ സർക്കാർ എന്നുള്ള ഉറച്ച വിശ്വാസം ഈ പോലീസ് ഉദ്യോഗസ്ഥനുള്ളത് കൊണ്ടാണ് ആ നിലയ്ക്ക് കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ രാഷ്ട്രീയം വെളിപ്പെടുത്തുമോ? എന്റെ ഒരു പോലീസുകാരന് രാഷ്ട്രീയം വെളിപ്പെടുത്താറില്ല. അവർക്ക് രാഷ്ട്രീയമൊക്കെ മനസ്സിലുണ്ടാവും. ഇയാൾ കൃത്യമായി പറഞ്ഞു, ഞാൻ മുൻ CPM കാരനാണ്. തീർച്ചയായിട്ടും അത് മുൻ SFI കാരനാണ്, മുൻ CPM കാരനാണ്. അവിടെയാണ് നമ്മൾ ഇയാളുടെ മുൻകാല ചരിത്രം കൂടി മനസ്സിലാക്കേണ്ടത്. കാര്യം
പോലീസ് സേനയിൽ തന്നെ എന്താണ് ഓഫീസേഴ്സിനിടയിൽ തന്നെ വളരെ കൃത്യമായി അങ്ങേയറ്റം ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്താവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന ആൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇയാളുടെ മുൻകാല ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുമ്പോൾ ഇയാൾക്ക് പല തരത്തിലുള്ള കേസുകളിൽ ഇയാൾ പെട്ടിട്ടുണ്ട്. മാത്രമല്ല കേസ് ഒഴിവാക്കാൻ വേണ്ടി ഒരു കേസ് ആ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഇയാൾ ഇടപെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അന്വേഷിച്ച ശേഷം ഇയാൾക്കെതിരെ എന്താണ് അന്നത്തെ കമ്മീഷണർ പിരിച്ചുവിടണം, ഇയാളെ സേനയിൽ വെച്ചിരിക്കാൻ പാടില്ല എന്ന റിപ്പോർട്ടാണ് കൊടുത്തത് 2023. വളരെ ഗൗരവമായ റിപ്പോർട്ടല്ലേ? തീർച്ചയായും അത് വളരെ ഗൗരവപരമായ റിപ്പോർട്ട് കൊടുത്തു. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. 143 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ പോലീസ് ആസ്ഥാനത്ത് നോക്കുമ്പോൾ അത്തരത്തിലൊരു കാര്യമില്ല. അത്തരത്തിൽ 123 പോയിട്ട് അതിന്റെ പകുതി പോലും ഉദ്യോഗസ്ഥർ പിരിച്ചുവിട്ടതായിട്ട് കാണുന്നില്ല. അപ്പോ ഈ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ വരെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അപ്പൊ അങ്ങനെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞവരിൽ ഒരാളാണോ ഈ ഉദ്യോഗസ്ഥൻ എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട്. രണ്ടാമത്തത്, പിരിച്ചുവിടൽ നടപടിയിലേക്ക് പോയിട്ട് പിന്നീട് ആഭ്യന്തര വകുപ്പ് എന്ത് ചെയ്തു? ഈ കാര്യത്തിൽ ഒരു വകുപ്പ് തല അന്വേഷണം നടത്തി ഇയാൾ പിരിച്ചുവിടേണ്ട ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു റിപ്പോർട്ട് കൊടുത്ത് അയാളെ സർവീസിൽ തിരിച്ചെടുക്കുകയും, അപ്പോൾ ഈ സീനിയോറിറ്റി പ്രകാരം ഇവർക്ക് കിട്ടുന്ന പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ആ പ്രൊമോഷൻ തടഞ്ഞു വെക്കുകയും ഈ ഉദ്യോഗസ്ഥന് പ്രൊമോഷൻ കൊടുക്കേണ്ടതില്ല എന്ന നിലയിൽ CIA തന്നെ നിലനിർത്താനുമാണ് അന്ന് ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചത്. അതെന്തുകൊണ്ടാണ്? ഇയാളെ പിരിച്ചുവിടേണ്ട സ്ഥാനത്ത് ഇയാളെ രക്ഷിക്കുകയാണ് ചെയ്തത്. വഞ്ചിയൂര്, അതായത് തിരുവനന്തപുരത്ത് വഞ്ചിയൂരുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ലോക്കൽ നേതാക്കന്മാർ മുതൽ ജില്ലാ നേതാക്കന്മാരെയുള്ള എല്ലാ ആളുകളുമായിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥന് പിടിപാടുണ്ട്. CPM എന്ത് പറയുന്നു ആ പണി മാത്രം എടുക്കാൻ അറിയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇയാൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കൃത്യമായി ഷാഫി പറമ്പിൽ പറയുന്നുണ്ട്. അവിടെ വഞ്ചിയൂരിൽ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, CPM-ന്റെ എന്ത് കാര്യത്തിനും എന്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുമുള്ള ഉദ്യോഗസ്ഥനായി മാറി നിൽക്കുന്ന ഒരാളാണ് ഇയാൾ. അതുകൊണ്ട് തന്നെ ഏത് നേതാവ് എന്ത് പറഞ്ഞാലും അതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളായതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര വകുപ്പിൽ ഇയാളെ ശിക്ഷിക്കപ്പെടാതെ ഇയാൾ രക്ഷപ്പെട്ടത് എന്ന കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തിനാണ് ആഭ്യന്തര വകുപ്പ് ഇത്തരം പുഴുക്കുത്തുകളെ നിലനിർത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. CPM പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കേരളം ഭരിക്കുന്ന സമയത്ത് അവരുടെ പവർ എന്ന് പറയുന്നത് പാർട്ടി ചില പ്രത്യേക ആളുകളെ അവിടെ നിയമിക്കും. പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകളെ നിയമിക്കും. അവരാണ് ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. പാർട്ടിക്ക് ഒരു പിടി വേണമെന്നാണ്. പക്ഷെ ഇപ്പം പിണറായി വിജയനും പാർട്ടിയും ഒന്നായതുകൊണ്ട് ആ പിടി വേണ്ട ആവശ്യമില്ല. പക്ഷെ പാർട്ടിയിലെ കാര്യങ്ങൾ അവർക്ക് ആഭ്യന്തര വകുപ്പിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ചില ആളുകൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നിയമിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം ആളുകൾ, ഇപ്പം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് A. പ്രദീപ്കുമാർ MLA ആണ്. പക്ഷെ അദ്ദേഹമൊക്കെ വളരെ നല്ല ആളാണ്. അനാവശ്യമായ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളല്ല പ്രദീപ്കുമാർ MLA പോലുള്ള. പക്ഷെ അവിടെയുള്ള മറ്റു ചില ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ആഭ്യന്തര വകുപ്പിൽ ചെന്ന് കളിക്കുന്ന കളി എന്ന് പറയുന്നത് വല്ലാത്ത കളിയാണ്. കാരണം ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും CPM-ന് തീറെഴുതി കൊടുക്കുന്ന രീതിയിലേക്കുള്ള കളികളാണ് ഇവർ കളിക്കുന്നത്. അതുകൊണ്ടാണ് പേരാമ്പ്രയിലെ സുനിൽകുമാറും അതുപോലെ തന്നെ വടകര DYSP ഉൾപ്പെടെയുള്ള ആളുകൾക്കും ഒക്കെ എന്ത് പറയുന്നത്, ഇവരൊക്കെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള തരത്തിൽ പിന്നെ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് ഇത് സംസാരിക്കുന്നത്. ഇത് ഇനി മൂന്നാമതും ഒരു LDF സർക്കാർ വരും എന്ന നിലയിലേക്കാണ് ഇവരെയൊക്കെ ഒരു മനസ്സിലിരിപ്പ്. പക്ഷെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. കാരണം പോലീസ് സേന അങ്ങേയറ്റം കൈവിട്ടു പോയിരിക്കുന്നു. പോലീസ് സേനയുടെ നടപടികൾ മൊത്തം വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ആരെയും തല്ലാം, ആരെയും കൊല്ലാം. ഒരു MP-യുടെ മൂക്കടിച്ചു പൊട്ടിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് ധൈര്യം അതിലുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന്റെ സ്ഥിതി എന്തായിരിക്കും? തീർച്ചയായും ഒരു സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അയാൾക്ക് എന്തായിരിക്കും അവിടെ ഉണ്ടാവുന്ന അവസ്ഥ? അത് വളരെ പരിതാപകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഷാഫി പറമ്പിലിനെ അടിച്ച ഉദ്യോഗസ്ഥന്റെ പേര് ഇപ്പൊ കൃത്യമായി കിട്ടിയല്ലോ. ഇത് നടപടി എടുക്കുമോ? ഇവർ നടപടി എടുക്കുമോ? ഈ പോലീസിന് കിട്ടിയിട്ടില്ല, കോൺഗ്രസ് കാണിച്ചു കൊടുത്തല്ലോ. കാണിച്ചു കൊടുത്ത് നടപടി എടുക്കുമോ? നടപടി എടുക്കില്ല. പക്ഷെ ഇതൊക്കെ 6 മാസമേ ഈ തെരഞ്ഞെടുപ്പിനുള്ളൂ. ഇതൊക്കെ തെരഞ്ഞെടുപ്പിലൂടെ മറുപടി കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. തീർച്ചയായും പാർത്ഥം പറഞ്ഞതുപോലെ തന്നെ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് CPM-ന്റെ എല്ലാ ആരോപണങ്ങളും പൊളിക്കുന്ന തരത്തിൽ ഷാഫി വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ആ പോലീസുകാരന്റെ പേര് പുറത്തുവിട്ടു. അന്ന് റൂറൽ SP ബൈജു പറഞ്ഞതുപോലെ പോലീസുകാരനെ കണ്ടെത്താൻ AI ടൂൾ ഉപയോഗിക്കുന്നു പറഞ്ഞു. AI ടൂൾ ഒന്നും അവർ ഉപയോഗിക്കേണ്ടി വന്നില്ല. കോൺഗ്രസ് തന്നെ അടികൊണ്ട ഷാഫി തന്നെ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇനി പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നതാണ് കണ്ടറിയാം. തീർച്ചയായിട്ടും.